പറയുന്നത് ഇത് എന്തായാലും തിയേറ്ററിൽ നിന്ന് കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് പടമാണ്. കാത്തിരിക്കണ്ട, ഫോണിൽ ആ ഒരു എഫക്ട് കിട്ടും. ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക് ഇങ്ങനത്തെ പടങ്ങളൊക്കെ വരുന്നത് നമുക്ക് ശരിക്കും അഭിമാനിക്കാം. തീർച്ചയായിട്ടും വേറെ ലെവൽ മൂവിയാണ്. ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന കാന്താര ചാപ്റ്റർ 1 ഇന്ന് റിലീസായി. ഭയങ്കര ഹാപ്പിയിൽ ഇന്നലെ സത്യം പറഞ്ഞാൽ ഉറങ്ങുമ്പോൾ തന്നെ ഒരുപാട് വൈകിട്ട് ഉറങ്ങിയിട്ടുള്ളത്. പക്ഷെ കൃത്യം 5 മണിക്ക് ഞാൻ നീച്ചിരിക്കുന്നു. എണീച്ചിട്ട് കറക്റ്റ് 6:45 ഷോക്ക് തിയേറ്ററിലെത്തി. നല്ല പ്രതീക്ഷയോട് വന്നതാണ്. പക്ഷെ ആ പ്രതീക്ഷയിനേക്കാളൊക്കെ കൂടുതലായിട്ടുള്ള ഒരു ട്രീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2022 മുതൽ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിപ്പായിരുന്നു. കാരണം 2022 കാന്താരയുടെ മുമ്പത്തെ വേർഷൻ, അതായത് ഒറിജിനൽ കാന്താര അപ്രതീക്ഷിതമായി കൊണ്ട് വന്ന് അത് ആദ്യം കന്നഡയിൽ വന്നു, പിന്നെ മലയാളത്തിലേക്കും മറ്റ് ഭാഷകളിലേക്കും ഡബ് ചെയ്യപ്പെടുകയും വളരെയധികം പാൻ ഇന്ത്യൻ ലെവലിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന സിനിമയായിട്ട് അത് മാറി. അത് വളരെ ചെറിയ ബജറ്റിൽ വന്ന സിനിമയായിരുന്നു. പിന്നീട് ആ സിനിമയുടെ ഒരു പ്രീക്വലായിട്ട് അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിൽ തന്നെ പെട്ട ആ ഒരു ഫോക്ലോർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ ഋഷഭ് ഷെട്ടി തന്നെ ഡയറക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു വാർത്തയൊക്കെ ആ സമയത്ത് വന്നപ്പോഴേ ഞാൻ അതിനോട് എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ ഋഷഭ് ഷെട്ടി, അത് റിട്ടണും ഡയറക്ടറും മൂപ്പരാണ്. ഋഷഭ് ഷെട്ടി തന്നെയാണ് അതെ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്ന അദ്ദേഹം തന്നെയാണ്. 2022 കാന്താരയിലും അദ്ദേഹം തന്നെയായിരുന്നു റൈറ്റർ, ഡയറക്ടർ, പിന്നെ പ്രധാന കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നതും. അതിൽ അദ്ദേഹത്തിന്റെ അഭിനയം വളരെയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒന്നാണ്. ഭയങ്കര പ്രതീക്ഷയോടെ വന്നത്. പക്ഷെ അത് നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ എല്ലാ ഹൈപ്പിനുമുള്ള ഡെലിവറി ഈവൻ ഈ സിനിമയുടെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസിലാണെങ്കിലും പഴയ വേർഷൻ അപേക്ഷിച്ച് വളരെയധികം ഒരു അപ്പ് എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി. പിന്നെ ബജറ്റ് വലിയ ഒരു ബജറ്റ് ചേഞ്ച് ഉണ്ട്. ആ ബജറ്റ് ഓരോന്നും ഫീൽ ചെയ്യുന്ന രീതിയിൽ ഓരോ ഇൻഡിവിജ്വൽ ഫ്രെയിമുകളും, ഇനി മറ്റ് ഡിപ്പാർട്ട്മെന്റ് സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, എല്ലാം അതിഗംഭീരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് സിനിമയിലേക്ക് ഇന്നാവാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ചൊരു സമയം എടുത്തു. കാരണം ആദ്യത്തെ ഡബിങ്ങിന്റെ ഇഷ്യൂ ആവാൻ നല്ലൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അത് ഒരു പ്ലേസ് ചെയ്ത് വന്നപ്പോൾ അതൊന്നും ആ ഒരു ലെയറിങ് എനിക്ക് അത്രത്തോളം സുഖമായിട്ടല്ല ആദ്യത്തിൽ ഇനീഷ്യലി ഒന്ന് അനുഭവപ്പെട്ടത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് അത് ആ സിനിമയുടെ ഫ്ലോയ്ക്ക് അനുസരിച്ച് നമ്മൾ അതിലേക്ക് ഇന്നായി അങ്ങ് പോയി. നമ്മൾ ആ ഒരു ട്രൈബിനെ കുറിച്ചും അവരുടെ ഒരു ജീവിത സാഹചര്യങ്ങളെ കുറിച്ചും മറ്റൊക്കെ മെല്ലെ മെല്ലെ മനസ്സിലാക്കി മുന്നോട്ട് വന്നു. അതങ്ങനെ അങ്ങോട്ട് നല്ല രീതിയിലേക്ക് വന്നു. ഇന്റർവെൽ ബ്ലോക്കോടെ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഒരു ഹൈ ഒക്ടേൻ സിനിമയായി മാറുന്നത്. ഇന്റർവെൽ ബ്ലോക്ക് അടിപൊളിയാണ്. ഇന്റർവെൽ ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഇന്റർവെല്ലിന് പുറത്തേക്ക് പോകാൻ തോന്നിപ്പിക്കാത്ത രീതിയിൽ അത്രയും, അതായത് സിനിമയുടെ സെക്കൻഡ് പോലും മിസ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പുറത്തേക്ക് പോകാൻ പോലും തോന്നാതെ അതെ അടുത്ത സിനിമ സെക്കൻഡ് ഹാഫ് തുടങ്ങിയാൽ മതി, അത്രയും വെയിറ്റിംഗ് ആയിരുന്നു. രോമാഞ്ചം പോകണില്ല, അത്ര ലാസ്റ്റ് വരെ അടിച്ചു പൊളിച്ച് നമുക്ക് ഭയങ്കര എന്താ പറയുക പൂരത്തിനൊക്കെ പോയൊരു അവസ്ഥ. അത്ര അടിപൊളിയായിരുന്നു. പിന്നെ ഞാനൊരു ഗെയിം ഓഫ് ത്രോൺസിന്റെ കടുത്ത ആരാധകനാണ്. അത് സിനിമയിൽ ആ ഒരു സീരീസിൽ ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീരീസിലെ ഓരോ ഫ്രെയിമുകളും നമ്മൾ പോസ് ചെയ്ത് സ്ക്രീൻഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രെയിമുകൾ ഒരുപാട് ആ സീരീസിൽ ത്രൂ ഔട്ട് ഉണ്ട്. ഈ സിനിമ അതുപോലെയായിരുന്നു. എവിടെ പോസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമാറ്റോഗ്രഫിയും ഫ്രെയിമിങ്ങും അതിഗംഭീരമായിരുന്നു. കളറിങ് എല്ലാം അതിഗംഭീരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ടൈം ഫീൽ ചെയ്യുന്നതാണെങ്കിലും ആ കാലഘട്ടം ഫീൽ ചെയ്യിപ്പിക്കുന്നതിലും ഈവൻ റോയൽറ്റി ഫീൽ ചെയ്യിപ്പിക്കുന്നതിലൊക്കെ ഭയങ്കര അതിഗംഭീരമായിട്ടുള്ളൊരു വർക്ക് തന്നെ നടന്നിട്ടുണ്ട്. പിന്നെ ഇത്രയധികം എക്സ്ട്രാസ്, സൈന്യമായിക്കോട്ടെ, ആ ട്രൈബിലുള്ള ആളുകളായിക്കോട്ടെ, ഒരുപാടധികം എക്സ്ട്രാസിനെ യൂസ് ചെയ്യുന്ന ഒരു പല ഫ്രെയിമുകളുണ്ട്. അത്രയധികം ആളുകളെ കാണിക്കുന്ന, അത്രയധികം ആളുകളെ കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ആ ഒരു അത് എവിടെയും മുഴച്ചു നിൽക്കാത്ത രീതിയിലേക്ക് അത് ഉപയോഗിക്കാനുള്ള കഴിവൊക്കെ ഡയറക്ടറിന് സമ്മതിച്ചേ പറ്റുള്ളൂ. പിന്നെ നമ്മളെ ജയറാമേട്ടൻ, മലയാളത്തിന്റെ അഭിമാനം ജയറാമൻ, ഒരു രക്ഷയില്ല ജയറാമൻ. അതേപോലെ നായിക എന്താ പേര്, രുക്മിണി വസന്ത്, നായികയുടെ പെർഫോമൻസും നല്ല ഗംഭീരമായിട്ടുണ്ടായിരുന്നു. നായിക ഒന്നും പേരിന് വെറുതെ വന്നു പോകുന്ന ഒരു നായികയൊന്നും അല്ല, നല്ല റോള് തന്നെയായിരുന്നു. ജയറാമിന്റെ കഥാപാത്രമാണെങ്കിലും ജയറാമിന് മലയാളത്തിൽ ഈ അടുത്തായിട്ട് ഇത്രയും നല്ലൊരു കഥാപാത്രം കിട്ടിയതായിട്ട് എൻ്റെ ഓർമ്മയില്ല. ഇതിനു മുമ്പ് പൊന്നിയിൻ സെൽവനിലാണ് ജയറാമിന് നല്ലൊരു കഥാപാത്രം കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് ജയറാം ചെയ്തിട്ടുണ്ട്. നല്ലൊരു കഥാപാത്രമായിരുന്നു. ആ ഒരു ഫീല് നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നു ജയറാം എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ആയിക്കോട്ടെ. ശരിക്കും OTTക്ക് കാത്തിരിക്കുന്ന ആൾക്കാരോട് പറയണത് ഇത് എന്തായാലും തിയേറ്ററിൽ നിന്ന് കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് പടമാണ്. കാത്തിരിക്കണ്ട, ഫോണിൽ ആ ഒരു എഫക്ട് കിട്ടൂല. തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്. ഇത്തരത്തിലുള്ള നല്ല ബജറ്റിൽ വരുന്ന ഹൈ ഒക്ടേൻ സിനിമകൾ നമ്മൾ മൊബൈലിലോ ഇനിയിപ്പോ എത്ര വലിയ TV സ്ക്രീനുകളിലോ കണ്ടാൽ പോലും നമുക്ക്
അത് എൻജോയ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇത് ആവൂല. അതെ, ഇത് സിനിമാ തിയേറ്ററിന് വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണ്. അത് എങ്ങനെ ഉണ്ടാക്കിയതാണ് ആ രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. മാക്സിമം നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ പടം കാണുക. അതിഗംഭീരമാണ്. കുറച്ച് നെഗറ്റീവുകളൊക്കെ പറയണമെന്ന് വിചാരിച്ചാൽ നമുക്ക് പറയാനൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് എനിക്ക് ഇതിൽ രാജാവിന്റെ റോൾ ചെയ്ത ആളുടെ ഡബ്ബിങ് അത് മലയാളത്തിലേക്ക് വന്നുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് ചെറിയ ഒരു കല്ലുകടിച്ച് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോഴ്സ് ഇല്ലായ്മ അല്ലെങ്കിൽ ഡബ് അതിനെ കവർ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസും ബാക്കി കാര്യങ്ങളെല്ലാം ഗംഭീരമായതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമല്ലാതെ പോയി. സെക്കൻഡ് ഹാഫിലേക്കൊന്നും ഇത്തരത്തിലുള്ള കല്ലുകടികൾ പോലും എനിക്ക് ഫീൽ ചെയ്തില്ല. അത്രയും ഇന്നായിട്ട് അതെ, ഇന്റർവെൽ ബ്ലോക്കിന് ശേഷം കംപ്ലീറ്റ്ലി സിനിമയിൽ അങ്ങോട്ട് മുഴുകിപ്പോയി. പിന്നെ നമ്മൾ നെഗറ്റീവിന് വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലൊന്നുമല്ല. നമ്മൾ ആ ഒരു മൂവിയുടെ മൊത്തം ഫ്ലോയിലേക്ക് നമ്മൾ അങ്ങ് ഇന്നായി കഴിയുമ്പോൾ അതിലേക്ക് അങ്ങ് പോവാന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും പിന്നീട് നെഗറ്റീവായിട്ട് പറയാൻ എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടില്ല. ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമ. നമ്മളൊരു ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക് ഇങ്ങനത്തെ പടങ്ങളൊക്കെ വരുന്നത് നമുക്ക് ശരിക്കും അഭിമാനിക്കാം. തീർച്ചയായിട്ടും അതെ, വേറെ ലെവൽ മൂവിയാണ്. എന്തായാലും കാന്താര ആദ്യത്തിനേക്കാളും ഒന്നുകൂടി ഒരു ഹൈ ലെവലില് എല്ലാരെ ക്യാരക്ടറും വെച്ച് നോക്കുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതെ, പിന്നെ ഋഷഭ് ഷെട്ടിക്ക് പ്രത്യേക അഭിനന്ദനം നമ്മൾ അറിയിക്കേണ്ട വേറൊരു കാര്യം, ഒരാൾ തന്നെ എഴുതലും സംവിധാനവും എല്ലാവരും കോമൺലി ചെയ്യുന്നതാണ്. ബട്ട് ഇത്രയ്ക്ക് ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കഥാപാത്രം, രചന, ഡയറക്ഷൻ, അതിൻ്റെ കൂടെ ഇത്രയ്ക്ക് ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള കഥാപാത്രം ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. പ്രത്യേകിച്ചും ഇത്രയ്ക്ക് വലിയൊരു സിനിമയിൽ ഒരുപാട് എക്സ്ട്രാസും വലിയ കാസ്റ്റ് ആൻഡ് ക്രൂ ഉള്ള ഒരു സിനിമയിൽ ചെയ്യുക, അതും ഇങ്ങനെ ഒരു പഴയ കാലഘട്ടം റിക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അവർ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. ഒരുപാട് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിട്ടുള്ള പല പ്രശ്നങ്ങളും പല മരണങ്ങളും ഒക്കെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കി നമുക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എൻ അമേസിങ് വർക്ക്. നമ്മളത് അത്രയും ഹൈലി അപ്രീഷിയബിൾ ആയിട്ടുള്ള വർക്കായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പോൾ എല്ലാവരും സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ തന്നെ പോവുക. OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊരു കംപ്ലീറ്റ് പാക്കേജാണ് ഈ സിനിമ. അത് ഞാൻ ഇനി വീണ്ടും പോകുന്നുണ്ട്. ഇതിൻ്റെ തമിഴ് വേർഷൻ കാണണമെന്നാണ് എൻ്റെ പേഴ്സണലി ആഗ്രഹം. മലയാളത്തിൽ വന്ന എന്തെങ്കിലും മിസ്റ്റേക്കുകൾ മാറ്റി തമിഴിലാണെങ്കിൽ കുറച്ചുകൂടി എനിക്ക് ഡബ്ബിങ് സിനിമകൾ കുറച്ചുകൂടി തമിഴ് ലാംഗ്വേജിൽ കാണാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി മറ്റുള്ള എൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടി ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, തിയേറ്ററിൽ പോയി തന്നെ കാണാം. അവൈലബിൾ, ഐ തിങ്ക് ഇത് വൈഡ് റിലീസ് ഉണ്ട്. എല്ലാ നിയർ ബൈ തിയേറ്ററുകളിലും ഈ സിനിമ ഉണ്ടാവും. മസ്റ്റായിട്ട് നിങ്ങൾ പോയി തിയേറ്ററിൽ തന്നെ സിനിമ കാണാം.